ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണോ? എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? അങ്ങനെ ഞങ്ങൾ ഒന്നുകൂടെ ഹോസ്പിറ്റലിൽ പോവുകയാണ് കേട്ടോ. എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. അത്യാവശ്യം ഞാൻ നല്ല വീക്കായിരുന്നു. എനിക്ക് ഒട്ടും വയ്യായിരുന്നു കേട്ടോ. അങ്ങനെ ഇതിനെപ്പറ്റി ഡോക്ടറോട് സംസാരിച്ചപ്പം ഡോക്ടർ വന്നൊന്ന് കൺസൾട്ട് ചെയ്യാനാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഇത്തവണ പോണത് ആസ്റ്റർ മെഡിസിറ്റിയിലോട്ടാണ് കേട്ടോ. അവിടുത്തെ ഒരു ന്യൂറോ സർജറി ഡോക്ടേഴ്സിനാണ് ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയേക്കണത്. അപ്പോൾ രാവിലെ ഏകദേശം ഒരു 9-9:30 ആകുമ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ എത്താനാണ് പറഞ്ഞത്. മുമ്പത്തെ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കിയിട്ട് ചിലപ്പോൾ ഒരു MRI ഒക്കെ എടുക്കേണ്ടി വരും. എൻ്റെ തലയിലുള്ള വാൾവ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സിംറ്റംസ് കേട്ടപ്പോൾ ഡോക്ടർ തലയിൽ പ്രഷർ ഓവറായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഇവിടെ സ്റ്റേ ചെയ്യേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മുമ്പത്തെ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് ഒരു ഒപ്പീനിയൻ പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കയ്യിൽ കരുതിയിട്ട് വന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ കറക്റ്റ് ഒരു 9-9:30 ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി കേട്ടോ. അങ്ങനെ ലാസ്റ്റ് അപ്പോയിൻമെൻ്റാണ് ഞങ്ങൾക്ക് കിട്ടിയേക്കണത്. അപ്പോൾ കുറച്ച് വെയിറ്റിംഗ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ലേറ്റ് ആവും ഡോക്ടറെ കാണാൻ. എന്നാലും ഡോക്ടർ ഞങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിയോണ്ടേ ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഞാനൊരു ഇഞ്ചക്ഷൻ വെക്കുന്നത് കാരണം എനിക്ക് ഫുൾ വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് എനിക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അപ്പം ഹസ്ബൻഡ് പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ അകത്തോട്ട് പോവുകയാണ്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ആസ്റ്റർ മെഡിസിറ്റിയിൽ. അങ്ങനെ ഞങ്ങൾ നേരെ ന്യൂറോ സർജറി ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പോയി. കുറച്ച് വെയിറ്റ് ചെയ്തപ്പോൾ ഡോക്ടറെ കണ്ടു. ഒരു MRI പറഞ്ഞു. ഡോക്ടർ അഡ്മിറ്റിനൊക്കെ എഴുതി. ട്രിപ്പൊക്കെ ഇട്ടുതന്നു. ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്തു. മെഡിസിനൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാലും ഡോക്ടർ പറഞ്ഞു നല്ല പ്രഷറുണ്ട്, നമുക്ക് വാൾവ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അഡ്ജസ്റ്റൊക്കെ ചെയ്തു തന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി കേട്ടോ. എനിക്ക് അത്യാവശ്യം ഇപ്പോൾ തലവേദന കുറച്ച് വ്യത്യാസം കാണുന്നുണ്ട്. ഇനി 2 ആഴ്ച കഴിഞ്ഞിട്ട് ചെല്ലാനാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങളൊരു രാത്രി ഒരു 8-8:30 ആകുമ്പോഴത്തേക്കും ഞങ്ങൾ കണ്ണൂരെത്തി കേട്ടോ.